ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഉണർന്നത്. ഒരു 8-8:30 ആയി കാണും. മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയതാണ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അച്ഛൻ പുല്ല് ചിരങ്ങുന്നത് കണ്ടായിരുന്നു കേട്ടോ പറമ്പിൽ. ഇത് ശരിക്കും ഞങ്ങളുടെ പറമ്പല്ല, ഞങ്ങളുടെ മുന്നിൽ വേറൊരാൾ സ്ഥലം വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെയാണ് ഇത് പുല്ലൊക്കെ ചനങ്ങി എടുക്കൽ. വല്ലപ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ ഒഴിവൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പുല്ലൊക്കെ ചനങ്ങി എടുക്കും. അതിനുശേഷം ഞാൻ പോയി ഫ്രഷായി പിന്നെ വന്ന് റൂം കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. നമ്മുടെ ഈ റൂമും വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോൾ മനസ്സിനൊരു സുഖമല്ലേ. കണ്ണിനും കുളിർമയാണ്, മനസ്സിനും ഒരു സുഖമാണ്. അങ്ങനെ ജനൽ ഒക്കെ തുറന്നിടുകയാണ്. നല്ല ഫ്രഷ് കാറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സമയം 11 മണിയൊക്കെ ആയപ്പോൾ അമ്മ ചായ കൊണ്ട് തന്നു കേട്ടോ. നല്ല പാൽച്ചായ. അങ്ങനെ പാൽച്ചായയും കുടിച്ച് ഞാനും അമ്മയൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അച്ഛന് ചായ പുറത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ടേ. അമ്മമാരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയമായിരിക്കുമല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല, നമുക്ക് മറക്കാനാവാത്തയും അതുകൊണ്ട് സന്തോഷം തരുന്നതും നമ്മൾ ഏറ്റവും റിലാക്സ് ആയിട്ടിരിക്കുന്നൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ അമ്മയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് അല്ലേ. നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ എല്ലാ കാര്യവും അമ്മേനോട് ഷെയർ ചെയ്യും. പിന്നെ അമ്മ കുറച്ച് കോവയില പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇനി അതിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. ഇതിൻ്റെ പരിപാടി ഞാൻ തന്നെ നോക്കാമെന്ന് വെച്ചു കേട്ടോ. ഞാനാണ് ഇന്ന് കോവയിലേൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പം പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ ഗായ്സ്. എനിക്ക് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടി കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഈ കുത്തലും കുറിക്കലും ഒക്കെ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം, സമയമായിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ എല്ലാ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കുറുമ്പൻ എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അവനുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഊണിൻ്റെ പരിപാടിയിലേക്ക് നോക്കി. അവന് ഊണ് വാരി കൊടുക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ സ്വന്തം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എത്ര വാരി കൊടുക്കാൻ നോക്കിയിട്ടും അവൻ സമ്മതിക്കുന്നേ ഇല്ല. അവൻ ഞാനങ്ങോട്ട് കൊടുക്കും, അവൻ വാരിയിരിക്കും, ഞാനങ്ങോട്ട് കൊടുക്കും, അവൻ അങ്ങോട്ട് തിരിക്കും. ഇത് തന്നെ പരിപാടി. പിന്നീട് ഞാൻ ചോറുണ്ണായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവന് പിന്നീട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ എൻ്റെ ചോറ് കഴിക്കലും നടക്കില്ല, അവൻ്റെ ചോറ് തീറ്റിയും നടക്കില്ല. അങ്ങനെ വെറുതെ സമയം പോലെ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഞാനും ഉണയിച്ചു. ഇന്ന് ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല നാടൻ ചക്കക്കുരു മുളകിട്ട് വെച്ചതും പിന്നെ ഞാനുണ്ടാക്കിയ കോവയിലേൻ്റെ കറിയും പിന്നെ തലേന്നേരത്തെ മറ്റേ എന്താ പറയുക,
ഉണക്കമീൻ സ്രാവ് കറി വെച്ചതുണ്ടായിരുന്നു. അതമ്മ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ചൂടാക്കി ആ കറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഊണ്. മോന് ഞങ്ങൾ സ്പെഷ്യൽ മുട്ടച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതവന് ഭയങ്കര ഇഷ്ടമാണ്. മുട്ടച്ചോറാകുമ്പോൾ അവൻ ഒരുവിധമൊക്കെ നന്നായിട്ട് കഴിച്ചോളും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാത്തത് നോക്കണ്ട. അത് ഞങ്ങൾ കഴിക്കുമ്പോൾ അവൻ അവിടെ വന്നിരിക്കും, ഫുള്ള് അലങ്കോലാക്കും. അവിടെ നിന്ന് ഇരുന്ന് കഴിക്കില്ല. ഞാൻ എപ്പോഴും കൊണ്ടുപോയി മുറ്റത്തൊക്കെ കൊണ്ടുപോയി കാക്കേനെയോ അല്ലെങ്കിൽ നല്ല നായേനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഊണ് കഴിപ്പിക്കൽ. അവനിപ്പോൾ കിടന്ന് ഈ വാശി പിടിക്കുന്നത് എന്തിനാണെന്നറിയോ? അവന് ഹോർലിക്സ് വേണം. അമ്മേനോട് ഇമ്പെന്താ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ വെള്ളമാണ് അത് എടുത്തു കൊടുത്തു. അമ്മ അവിടെ നിന്ന് പാലും വെള്ളം കാണിച്ചു കൊടുത്തു. അതൊന്നും അല്ല അവന് ഞാൻ രാവിലെ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ പറമ്പിൽ ചക്ക പറിക്കാൻ പോയതാണ്. അത് കണ്ടിട്ട് ചക്ക വേണം, ഇനിയും ചക്ക എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഒരാൾ. അപ്പം ഞാൻ കരുതി കേട്ടോ മുറ്റത്തിറങ്ങി അവന് ചക്ക മുറിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോഴാണെങ്കിലോ ചെറിയ മഴച്ചാറലുണ്ട്. അങ്ങനെ ഞാൻ ചേമ്പിൽ വെച്ചിട്ട് ഒരു തൊപ്പിയാക്കി കൊടുത്തു. മുറ്റമൊക്കെ കാടായിരിക്കുകയാണ് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് മുറ്റം പറമ്പൊക്കെ കാടായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. മോനൂസാണെങ്കിൽ ഈ തൊപ്പിയും വെച്ച് അമ്മച്ചൻ്റെ വേല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കണേ. പിന്നെ അവൻ്റേതായ ഒരു കുറുമ്പും കാര്യങ്ങളും അവൻ ഇങ്ങനെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിച്ചു വരുമ്പോൾ പറഞ്ഞപ്പോൾ അവനും അടിച്ചു വരണം. എപ്പം ഞാൻ അടിച്ചു വരുമ്പോൾ അവനും വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും ഞങ്ങൾ വീടൊക്കെ അടിച്ചു വരാറ്. അവനെ കൊണ്ടാവുന്നത് അവൻ ചെയ്യും. ഞാനും വിചാരിക്കും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പഠിക്കട്ടെ എന്ന് വിചാരിക്കും. അവനവൻ്റെ കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും ചെയ്ത് പഠിക്കുന്നത് നല്ലതല്ലേ. എല്ലാവർക്കും തുല്യ അവകാശമല്ലേ വീട് പണി എന്ന് പറയുന്നത്. പിന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. അങ്ങനെ ഇപ്പോഴേ അവൻ ഓരോന്ന് ചെയ്ത് അറിവും കാര്യങ്ങളായി വരട്ടെ. ഈ മുറിക്കുന്ന ചക്ക പുഴുങ്ങാനോ കറി വെക്കാനോ ഒന്നും അല്ല കേട്ടോ. ഈ ചക്ക വറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ മുറിക്കുന്നത്. ഒട്ടും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഴയായിരുന്നിട്ടും ഈ ചക്കയിൽ ഒട്ടും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല മഴ തുടങ്ങി കേട്ടോ. ഈ സമയം പോയി ഞാൻ ബട്ടർ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അത് പോയി ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നു കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബട്ടർ ജ്യൂസ്. രാത്രി പുള്ളി ചക്ക അരിയലും വറുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.